അപ്പം ഇന്ന് രാവിലെ തന്നെ കളരിക്കൽ അമ്പലത്തിൽ പോയി. ഇന്ന് അവിടെ ആനയൂട്ടാണ്. കർക്കിടക മാസമായി കഴിഞ്ഞ് അവിടെ എല്ലാ പ്രാവശ്യവും ആനയൂട്ട് ഉണ്ടാവാറുണ്ട് ഈ ദിവസം. അങ്ങനെ അവിടെ പോയിട്ട് ആനയ്ക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പറ്റുന്ന എല്ലാ പ്രാവശ്യം പോവാറുണ്ട് കേട്ടോ ആനയൂട്ടിന്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരാൾക്ക് ഇവിടെ പുഴ കാണണമെന്ന്. പുഴ കാണാൻ പോയി നോക്കുമ്പോൾ അവിടെ ഭയങ്കര അടിയൊഴുക്കായിരുന്നു. പറഞ്ഞില്ല താഴത്തോട്ട്. അപ്പോൾ ആനയൂട്ടിന് അങ്ങോട്ട് തന്നെ പോയി. അവിടെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. കൊടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക എല്ലാവരും. കാരണം ആനയാണെങ്കിൽ കഴിച്ച് മടുത്ത് നിൽക്കുക. അത്രയും ആൾക്കാർ അതിന് കൊടുക്കാൻ വേണ്ടി നിൽക്കുക. ആനയ്ക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര കുശാലാട്ടോ. കാരണം ചോറ്, വെള്ളരിക്ക, ശർക്കര, പഴം, കൈതച്ചക്ക, തണ്ണിമത്തൻ എന്തൊക്കെയോ കഴിക്കേണ്ടത്. തിരക്ക് കൂട്ടിയിട്ട് എല്ലാവരും കൂടി പകുതി നിലത്താണ് പോകുന്നത്. അങ്ങനെ ഞാനും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും അമ്മയും കൊടുക്കാൻ പോയി. എനിക്ക് ശരിക്കും പേടിയൊക്കെ തന്നെയാണ് അടുത്തു നിന്നൊക്കെ കാണുമ്പോഴൊക്കെ. എന്നാലും ഈ ധൈര്യം മൊത്തം സംഭരിച്ച് ഞാൻ കൊടുക്കാൻ പോയി. പക്ഷെ കൊടുക്കാൻ പോയിട്ട് ഞാനവിടെ തൊട്ടൽ കളിക്കുന്ന പോലെ ഇരുന്നു. ആദ്യം അത് വായിൽ വെച്ച് കൊടുത്താൽ ഇങ്ങോട്ട് തന്നെ എടുത്തു. അതെന്തിനാന്ന് എനിക്ക് പോലും അറിയില്ല. എന്തൊക്കെയോ അവിടെ നിന്ന് കാട്ടിക്കൂട്ടായിരുന്നു. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ടെൻഷൻ കാരണം. ആന വിചാരിച്ചിട്ടുണ്ടാവും ഈ പെണ്ണെന്താ വട്ടാണോ എന്ന്. കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. എൻ്റെ ബാക്കിൽ വന്നവരൊക്കെ കൊടുത്തു പോയി. ഞാൻ മാത്രമാണ് അവിടെ നിൽക്കുന്നത് കൊടുക്കാതെ. കുഞ്ഞു കുഞ്ഞു കുട്ടികൾ വരെ കൊടുക്കുന്നുണ്ട് അവിടെ വന്നിട്ട്. ഞാൻ മാത്രം അവിടെ ചിരിച്ചു കൊണ്ട് നിൽക്കുക ആനേൻ്റെ അടുത്ത്. ഞാനാണെങ്കിൽ അടുത്തോട്ട് പോകുമ്പോൾ എനിക്ക് പേടിയാവും അതിങ്ങോട്ട് തിരിഞ്ഞാലോ എന്ന്. അങ്ങനെ അവസാനം ഞാൻ എങ്ങനെയോ കൊടുത്തു. പക്ഷേ നിലത്ത് അധികം പോയത്. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് മുപ്പരാൾ വയറ് നിറഞ്ഞ് നിൽക്കുക. പക്ഷെ എന്നാലും പോണവരുടെ അടുത്തൊക്കെ കൈ നീട്ടി ഓരോന്ന് ചോദിക്കും.